അതെന്താ? ഞങ്ങൾ ഇവിടുന്ന് പറയണ ഒന്നാണ്, ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ 53 ആക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 53 ആക്കരുത് കേട്ടോ. അവസാനം പ്രാർത്ഥന നിങ്ങൾക്കൊരു ഭാരമായിട്ട് വരും. മറ്റുള്ളവരെയൊക്കെ അനുകരിച്ച് പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയാൽ അത് ഭാരമാണ്. സൗഭാഗ്യക്ക് അത് അഭിഷേകമാണ്, മറ്റുള്ളവർക്ക് അതൊരു ഭാരമായിട്ട് വരും. കാരണം ദൈവത്തിൽ നിന്നൊരു അഭിഷേകം കിട്ടിയാൽ യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് ഭാരപ്പെടത്തില്ല. ദൈവം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നീ എഴുതിക്കോ, നീ 53 ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് ദൈവം അവനൊരു അഭിഷേകം കൊടുത്താൽ അത് ലൈറ്റ് വെയ്റ്റായിട്ട് പോകും. ലഘൂകരിച്ച് പോയാൽ നമുക്കൊരു ഭാരപ്പെടാതെ നമുക്കത് ചെല്ലാൻ പറ്റും. ഭാരപ്പെട്ടിട്ട് ഒരു ആധ്യാത്മിക കാര്യവും ചെയ്യരുത്. കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഭാരമില്ലാതെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യണ ഉടമ്പടിയുടെ ഓരോ കാര്യത്തിനും ഭാരം വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഭാരമുണ്ട്. ഇപ്പം പത്രം കൊടുക്കാൻ ഭാരമില്ലേ? വെയിലത്ത് നടക്കണം. ചിലപ്പോൾ ആൾക്കാർ തോന്നിയ പറയും, ചില ആൾക്കാർ ആക്ഷേപിക്കും. ഭാരമുണ്ട്. ഇത് ഭാരം വെച്ചാൽ തന്നിരിക്കണതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഉള്ളവൻ മാത്രമേ അത് ചെയ്യാവൂ. വായി നോക്കികളൊന്നും ഉടമ്പടി എടുക്കരുതെന്ന് തന്നെ ഉദ്ദേശമാണ്. കാരണം ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. ദൈവവും നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അപ്പോൾ ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണമെങ്കിൽ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം ആ ഉടമ്പടിയിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് ഭാരപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളതെല്ലാം, ഭാരമില്ലാത്ത കാര്യങ്ങളില്ല. ദൈവസ്നേഹം കൂടിയാൽ മാത്രമേ ഭാരം കുറയത്തുള്ളൂ. അതാണ് സംഭവം. ഈ ഭാരമുണ്ട്, നിങ്ങൾക്ക് ഭാരമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാരമായിട്ടല്ല, നിങ്ങൾ ദൈവസ്നേഹം കുറവാണെന്നാണ്. അപ്പോൾ ദൈവസ്നേഹം കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ദൈവസ്നേഹം കുറഞ്ഞു പോയി നമ്മൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഭാരമായി എന്ന് കണ്ടാൽ വാട്ട് യു വിൽ ഡു? അത് സിമ്പിളാണ്. അതായത് ദൈവസ്നേഹം നിങ്ങൾക്ക് കുറഞ്ഞു പോയി, നിങ്ങൾക്ക് ഉടമ്പടി വിഷയങ്ങൾ ഭാരമാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ കരകയറാൻ എന്താ മാർഗം? നിങ്ങൾക്ക് ദൈവസ്നേഹം കൂട്ടാൻ പറ്റും. ദൈവസ്നേഹം എങ്ങനെ കൂട്ടും? നമ്മൾ ദൈവസ്നേഹം കൂട്ടണമെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. എന്നിട്ട് ജീവിതത്തിൽ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പോൾ 1 യോഹന്നാൻ 2:5 എടുത്തേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. യോഹന്നാൻ 2:5. 1 യോഹന്നാൻ 2:5. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അതാണ് സംഭവം. അപ്പം ദൈവസ്നേഹത്തിന് ഹാഫുണ്ട്, ഒരു ക്വാർട്ടറുണ്ട്, ഒരു ഹാഫുണ്ട്, ഒരു മുക്കാലുണ്ട്, ഒരു ഫുള്ളുണ്ട്. അപ്പോൾ ഈ ദൈവസ്നേഹത്തിൻ്റെ ഫുള്ളിലേക്ക് എങ്ങനെയാണ് വരണത്? എന്തെന്നാൽ പറഞ്ഞേ, എന്തെന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്നു. അപ്പം അവന്റെ വചനം പാലിക്കുന്നതിലാണ്, അല്ലാതെ വായിക്കുന്നതിലൊന്നുമല്ല, എഴുതുന്നതിലൊന്നുമല്ല. നമ്മൾ ചില ആൾക്കാരൊക്കെ വചനമൊക്കെ 90 പ്രാവശ്യം 900 പ്രാവശ്യമൊക്കെ എഴുതണമെന്ന് എഴുതിക്കോ, അതല്ല പ്രശ്നം. ദൈവസ്നേഹം പൂർണ്ണമാകുന്നത് അത് പാലിക്കുന്നതിലാണ്. 1 യോഹന്നാൻ 2:5 എന്ന് പറഞ്ഞ്, എന്തെന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്നു. അവന്റെ വചനം പാലിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി ജീവിക്കുക എന്നാണ്. അവൻ പറയണ പോലെ ചെയ്യുക. ഇറ്റ്സ് ക്ലിയർ അല്ലേ? അവന് 2:5 അവൻ പറയണത് പോലെ ചെയ്യും. അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്കുള്ള പ്രത്യേകത. ഒരു മനുഷ്യന് ദൈവസ്നേഹം പൂർണ്ണമാകാൻ ഏറ്റവും നല്ലത് അവൻ ഉടമ്പടി ജീവിക്കുന്നതാണ്. കൈയടി